Hi friends, welcome back to Friends Kitchen World. അപ്പോൾ ഇന്നത്തെ റെസിപ്പി തെരിയുണ്ടൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒന്നാണ്. ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്കിത് വീട്ടിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 കപ്പ് തെരിയാണ്, അതുപോലെ 1.5 കപ്പ് തേങ്ങയും 2.25 കപ്പ് പഞ്ചസാര പൊടിച്ചതാണിത്. ഇനി ഒരു 1/2 കപ്പ് ഇളം ചൂടുള്ള പാലാണ് വേണ്ടത്. അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് നമ്മുടെ കാഷ്യൂനട്ടും റൈസൻസും. അപ്പോൾ കാഷ്യൂനട്ട് റൈസൻസ് നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം നെയ്യിൽ. അപ്പോൾ ആ വീഡിയോ എൻ്റെ നിന്ന് മിസ്സായി പോയി. ഇനി അതേ പാത്രത്തിൽ തെരി വറക്കാനായിട്ടുള്ള ഗീ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് തെരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അതായത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ തെരി നന്നായി റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ. അതുപോലെ കൈയെടുക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ തെരി അടിക്ക് പിടിച്ചു പോവും, കരിഞ്ഞു പോവും പെട്ടെന്ന്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ തെരിയും തേങ്ങയും നന്നായി റോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കാഷ്യൂനട്ട് റൈസൻസ് ഒക്കെ ഇതിൽ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ തെരിൻ്റെ തേങ്ങൻ്റെ മൂത്തൊരു സ്മെല്ല് വരും നന്നായി. അപ്പോൾ ആ സ്മെല്ല് വന്നതിന് ശേഷം മാത്രം ചേർത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ തെരിയും തേങ്ങയൊക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം, അല്ലെ പഞ്ചസാരയിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങും. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാല് കുറച്ചായി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്ലേവറിനായിട്ട് ഏലക്കായ് പൊടി ചേർക്കണം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചേർക്കേണ്ടുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ അത് ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് എടുക്കാം. ഇതുപോലെ നന്നായി പ്രസ് ചെയ്തിട്ട് വേണം ബോൾസായി എടുക്കാൻ. അപ്പോൾ നമ്മുടെ തെരിയുണ്ട് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു ഐറ്റമാണ്. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.